എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ തുലാമാസ ആയില്യ മഹോത്സവം നവംബർ 12 നാളെയാണ്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് എന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 3 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 14 ഏക്കറിലധികം സ്ഥലത്തായി നിറഞ്ഞു നിൽക്കുന്ന കാവുകൾക്കുള്ളിൽ കിഴക്കോട്ട് ദർശനമായി മണ്ണാറശാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. മഹാദേവന്റെ കണ്ഠാഭരണവുമായ വാസുകിയും നാഗമാതാവായ സർപ്പയക്ഷിയുമാണ് മുഖ്യ പ്രതിഷ്ഠകൾ. നാഗരാജാവിന്റെ മറ്റൊരു രാജ്ഞിയായ നാഗയക്ഷിയും സഹോദരി നാഗചാമുണ്ടിയുമാണ് മറ്റു പ്രതിഷ്ഠകൾ. മഹാഗണപതി, ദുർഗ, ഭദ്രകാളി, പരമശിവൻ, ധർമ്മശാസ്താവ് എന്നീ ഉപദേവതകളുമുണ്ട് ഇവിടെ. വാസുകി ഭാവത്തിലുള്ള തിരുവാഭരണമാണ് ആയില്യനാളിൽ ചാർത്തുന്നത്. ക്ഷേത്രത്തോട് ചേർന്നുള്ള ഇല്ലത്തിന്റെ നിലവറയിൽ മഹാവിഷ്ണു ശയിക്കുന്ന അനന്തൻ കുടികൊള്ളുന്നു. അപ്പൂപ്പൻ എന്നാണ് ശേഷനാഗം അറിയപ്പെടുന്നത്. ആദിയും അന്തവുമില്ലാത്ത പ്രപഞ്ചത്തിന്റെ പ്രതീകമായിട്ടാണ് അനന്തനെ കണക്കാക്കുന്നത്. മണ്ണാറശാല ഇല്ലത്തെ തലമുതിർന്ന സ്ത്രീയാണ് ക്ഷേത്രത്തിലെ പ്രധാന പൂജ ചെയ്യുന്നത്. ആ പുരോഹിതയായ അന്തർജനം വലിയമ്മ എന്നാണ് അറിയപ്പെടുന്നത്. നാഗരാജാവിന്റെ അമ്മയുടെ സ്ഥാനമാണ് വലിയമ്മയ്ക്ക് സങ്കല്പിച്ചിരിക്കുന്നത്. മണ്ണാറശാല അമ്മ എന്നറിയപ്പെടുന്ന പൂജാരിണി ഭക്തർക്ക് നാഗദൈവങ്ങളുടെ പ്രതിരൂപമാണ്. മക്കളില്ലാതെ വിഷമിച്ച ഇല്ലത്തെ അമ്മയ്ക്ക് മകനായി നാഗരാജാവായ അനന്തൻ അവതരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. മണ്ണാറശാലയിലെ ഐതിഹ്യം ഐതിഹ്യമാല എന്ന പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഐതിഹ്യം ഇങ്ങനെയാണ്: ശ്രീ പരശുരാമൻ പരദേശങ്ങളിൽ നിന്ന് ബ്രാഹ്മണരെ കൊണ്ടുവന്ന് കേരളത്തിൽ താമസിപ്പിച്ച കാലത്ത് ഇവിടെ സർവത്ര സർപ്പങ്ങളുടെ ഉപദ്രവമുണ്ടായിരുന്നു. നല്ല വെള്ളം കേരള ഭൂമിയിൽ ഒരിടത്തും കിട്ടുകയുമില്ലായിരുന്നു. അതിനാൽ ഇവിടെ താമസിക്കുന്ന കാര്യം പ്രയാസമാണെന്ന് തോന്നുകയാൽ ബ്രാഹ്മണരെല്ലാവരും വന്ന വഴിയെ പരദേശങ്ങളിലേക്ക് തന്നെ പോയി. അപ്പോൾ പരശുരാമൻ ഏറ്റവും വിഷമത്തിലായി. പിന്നെ അദ്ദേഹം കൈലാസത്തിൽ ചെന്ന് സർവജ്ഞനും സർപ്പഭൂഷണനും തന്റെ ഗുരുനാഥനുമായ ശ്രീ പരമേശ്വരനെ കണ്ട് വിവരമറിയിച്ചപ്പോൾ ശ്രീ പരമേശ്വരൻ സർപ്പരാജാവായ വാസുകിയെ സേവിച്ച് പ്രസാദിപ്പിച്ചാൽ ഇതിനൊക്കെ സമാധാനമുണ്ടാക്കി തരും എന്നരുളി ചെയ്തു. അത് കേട്ടു പരശുരാമൻ വീണ്ടും കേരളത്തിൽ വന്ന് വാസുകിയെ തപസ് ചെയ്തുകൊണ്ടിരുന്നു. പരശുരാമന്റെ തപസ് അതികഠിനമായിരുന്നതിനാൽ വാസുകി പരശുരാമന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും എന്താണ് ആവശ്യമെന്ന് ചോദിക്കുകയും ചെയ്തു. അതിന് പരിഹാരമുണ്ടാക്കി തരാമെന്നും പറഞ്ഞു. പരശുരാമൻ പറഞ്ഞു, സർപ്പങ്ങളുടെ സാർവത്രികമായ സഞ്ചാരം കൊണ്ട് ഇവിടെയുള്ള വെള്ളമെല്ലാം ലവണ സമ്പൂർണമായിരിക്കുന്നതിനാൽ ഈ പ്രദേശത്ത് മനുഷ്യർക്ക് താമസിക്കുവാൻ നിവൃത്തിയില്ലാതെ വന്നിരിക്കുന്നു. അതിനാൽ ഇതിനൊരു പരിഹാരമുണ്ടാക്കാനാണ് തന്റെ അപേക്ഷ എന്ന് പറഞ്ഞു. വാസുകി പറഞ്ഞു, ഈ കേരള ഭൂമിയിലുള്ള വെള്ളത്തിൽ കലർന്നിരിക്കുന്ന ലവണരസമെല്ലാം ഞാൻ ആകർഷിച്ച് സമുദ്രത്തിലും അതോട് ചേർന്നുള്ള ജലാശയങ്ങളിലുമാക്കാമെന്ന്. സർപ്പങ്ങളെ മിക്കവയും പരശുരാമൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വനപ്രദേശത്ത് മനുഷ്യോപദ്രവം ചെയ്യാതെ താമസിച്ചു കൊള്ളുന്നതിനും പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. എന്നാൽ കേരളവാസികൾ അവരുടെ വാസഗൃഹങ്ങളുടെ സമീപത്ത് ഓരോ കാവിൻ കൂട്ടങ്ങൾ ഉണ്ടാക്കി അതാത് സ്ഥലങ്ങളിലുള്ള സർപ്പങ്ങളെ ആ കാവുകളിൽ കുടിയിരുത്തുകയും തങ്ങളുടെ കുലദൈവങ്ങളെന്ന് വിചാരിച്ച് അവരെ ആദരിക്കുകയും ആചരിക്കുകയും പൂജിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കേരളത്തിൽ താമസിക്കുന്ന മനുഷ്യരോട് ഭവാൻ ആജ്ഞാപിക്കണമെന്നും പരശുരാമനോടായി പറഞ്ഞു. അവരെ ആദരിക്കുകയും ആചരിക്കുകയും പൂജിക്കുകയും ചെയ്യാതിരിക്കുകയോ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിക്കുകയോ ചെയ്താൽ അവർ തിരിച്ചും ഉപദ്രവിക്കുമെന്നും സർപ്പങ്ങൾ സന്തോഷിച്ചാൽ സന്തതിയും സമ്പത്തും സകലവിധ സുഖങ്ങളും സർവൈശ്വര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നതിനും കോപിച്ചാൽ സകല വിധത്തിലുള്ള അനർത്ഥങ്ങളും ആപത്തുകളും ഉണ്ടാക്കി തീർക്കുന്നതിന് ശക്തിയുള്ളവരാണെന്നും ഭവാൻ മനുഷ്യരെ ഗ്രഹിപ്പിക്കുകയും വേണമെന്ന് വാസുകി പറഞ്ഞു. ഇങ്ങനെയെല്ലാം ചെയ്താൽ ഈ ഭൂഭാഗം മനുഷ്യവാസയോഗ്യമായി തീരുമെന്നും പറഞ്ഞു. ഇതെല്ലാം ചെയ്തു കൊള്ളാമെന്ന് പരശുരാമൻ സമ്മതിച്ചു. ഇങ്ങനെ അവർ തമ്മിൽ പറഞ്ഞു സമ്മതിച്ചതിന്റെ ശേഷം പരശുരാമൻ പിന്നെയും പരദേശങ്ങളിൽ പോയി ബ്രാഹ്മണരെയും മറ്റും കൂട്ടിക്കൊണ്ട് കേരളത്തിൽ വന്നു. അപ്പോഴേക്കും ഇവിടെ വെള്ളത്തിനുണ്ടായിരുന്ന ലവണരസം മാറി സർവത്ര ശുദ്ധജലം കാണപ്പെട്ടു. സർപ്പങ്ങൾ മിക്കവയും പരശുരാമൻ തപസ്സു ചെയ്തിരുന്ന വനത്തിൽ ചെന്ന് താമസമായി. ബാക്കിയുണ്ടായിരുന്ന കുറെ സർപ്പങ്ങളൊക്കെ പൊത്തുകളിൽ കിടക്കുന്നതായും കണ്ടു. അതിനാൽ പരദേശങ്ങളിൽ നിന്ന് വന്നവരാരും മടങ്ങിപ്പോകാതെ കേരളത്തിൽ തന്നെ ഗൃഹങ്ങളുണ്ടാക്കി താമസമുറപ്പിച്ചു.
പരശുരാമന്റെ ആജ്ഞപ്രകാരം എല്ലാവരും ഒന്നും രണ്ടും അതിലധികവും കാവുകൾ ഉണ്ടാക്കി അവിടെയെല്ലാം സർപ്പങ്ങളെ കുടിയിരുത്തി പൂജയും മറ്റും നടത്തുകയും ചെയ്തു. പരശുരാമൻ താൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നാഗരാജാവിനെയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിക്കുകയും പരിവാരങ്ങളായ മറ്റനേക സർപ്പങ്ങളെ കുടിയിരുത്തുകയും ചെയ്തു. ആ സർപ്പങ്ങൾ വസിക്കുന്ന ഏതാനും സ്ഥലം സർപ്പക്കാവാക്കി നിശ്ചയിച്ചിട്ട് അതിരിട്ട് തിരിക്കുകയും ശേഷം സ്ഥലത്ത് കാട് വെട്ടിത്തെളിച്ച് ഗൃഹങ്ങൾ ഉണ്ടാക്കി ജനങ്ങൾ വസിച്ചു കൊള്ളാൻ അനുവദിക്കുകയും ചെയ്തു. ഈ സർപ്പങ്ങൾക്ക് പതിവായി പൂജ നടത്തുന്നതിനും ഈ കാവ് ആരും വെട്ടി നശിപ്പിക്കാതെ സൂക്ഷിക്കുന്നതിനുമായി കാവിന്റെ അതിരിനകത്തു തന്നെ ഒരു ഗൃഹം പണിയിപ്പിച്ച് ഒരു ബ്രാഹ്മണ കുടുംബക്കാരെ താമസിപ്പിച്ചു. ഈ കാവ് സംബന്ധിച്ചുള്ള സർവ അധികാരങ്ങളും അവകാശങ്ങളും ഈ കുടുംബക്കാർക്കായി കൊടുക്കുകയും ചെയ്തു. അവർ അക്കാലം മുതൽ സർപ്പങ്ങളെ തങ്ങളുടെ പരദേവതമാരാക്കി വെച്ചു പൂജിക്കുകയും സേവിക്കുകയും ചെയ്തു. അതിന് ഇപ്പോഴും യാതൊരു ഭേദഗതിയും അവർ വരുത്തിയിട്ടില്ല. ആ ഇല്ലക്കാരെയാണ് മണ്ണാറശാല നമ്പൂതിരിമാർ എന്ന് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ അമ്പലപ്പുഴ താലൂക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന മിക്ക ഭാഗവും പണ്ട് വലിയ വനമായിരുന്നു. ആ വനത്തെയാണ് ഖാണ്ഡവ വനം എന്ന് പറഞ്ഞിരുന്നത്. ഖാണ്ഡവ വനം മധ്യമ പാണ്ഡവനായ അർജുനൻ ചുട്ടുദയിപ്പിച്ചതിനാൽ ആ പ്രദേശത്തിന് ചുട്ടനാട് എന്ന് പേരുണ്ടായി. അത് കാലക്രമേണ കുട്ടനാടായി തീർന്നു. ഒരിക്കൽ ഖാണ്ഡവ വനത്തിനു പിടിച്ച തീ അവിടെ നിന്ന് കിഴക്കോട്ട് പടർന്നു പിടിച്ച് പരശുരാമൻ പ്രതിഷ്ഠിച്ച സർപ്പങ്ങളുടെ വാസസ്ഥലമായ കാവ് വരെ എത്തി. ആ കാവിന്റെ രക്ഷയ്ക്കായി അവിടെ പരശുരാമൻ സ്ഥാപിച്ച ഇല്ലത്തുണ്ടായിരുന്ന അമ്മമാർ അത് കണ്ട് കാവിന് അഗ്നിബാധയുണ്ടാകാതിരിക്കാൻ വേണ്ടി അടുക്കലുള്ള കുളത്തിൽ നിന്ന് വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരുന്നു. അതിനാൽ ആ കാവ് നശിക്കാൻ ഇടയായില്ല. എങ്കിലും അഗ്നിജ്വാല തട്ടി മണ്ണിന് ചൂട് പിടിക്കുകയും ചൂട് ദുസ്സഹമായി തീരുകയാൽ സർപ്പങ്ങൾ വളരെ കഷ്ടപ്പെടുകയും ചെയ്തു. അഗ്നി ശമിച്ചിട്ടും മണ്ണിന്റെ ചൂടാറുന്നതുവരെ അമ്മമാർ വെള്ളം കോരി ഒഴിച്ചു. മണ്ണിന്റെ ചൂടാറിയപ്പോൾ ഇപ്പോൾ മണ്ണാറി. അതിനാൽ ഈ സ്ഥലത്തിന്റെ നാമം മേലാൽ മണ്ണാറിശാല എന്നായിരിക്കട്ടെ എന്ന് ആരോ പറഞ്ഞു. അത് പറഞ്ഞത് ആരാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എങ്കിലും ഇത് സാക്ഷാൽ വാസുകിയുടെ അരുളപ്പാടാണെന്നാണ് എല്ലാവരും കൂടി തീർച്ചയാക്കിയത്. അതിനാൽ അക്കാലം മുതൽ ആ സ്ഥലത്തെ എല്ലാവരും മണ്ണാറിശാല എന്നു തന്നെ പറഞ്ഞു വന്നു. കാലക്രമേണ അത് മണ്ണാറശാല എന്നായി തീർന്നു. ഒരു കാലത്ത് മണ്ണാർശാല ഇല്ലത്ത് ഒരു ദമ്പതിമാർ സന്താനങ്ങളില്ലാതെ സന്താന ദുഃഖം ഉള്ളിലൊതുക്കി ഈശ്വര ഭജനവുമായി കഴിയുകയായിരുന്നു. സന്താനമുണ്ടാകണമെന്ന ആഗ്രഹത്തോടുകൂടി കുടുംബ പരദേവതകളായ സർപ്പങ്ങളെ ഭക്തിപൂർവം അവർ ഭജിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ അമ്മ ഗർഭം ധരിക്കുകയും 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്തു. ഒന്ന് മനുഷ്യ ശിശുവും മറ്റേത് 5 തലയുള്ള സർപ്പശിശുവുമായിരുന്നു. സർപ്പശിശു മാത്രക്കിടയിൽ വളർന്നു സംസാരിച്ചു തുടങ്ങി. അമ്മയോടായി ഈ പ്രകാരം പറഞ്ഞു: അല്ലയോ മാതാവേ, സർപ്പങ്ങളെല്ലാം ഈ കുടുംബക്കാരോട് ആകപ്പാടെ കടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെയുള്ള സ്ത്രീജനങ്ങളോടാണ് സർപ്പങ്ങൾക്ക് അധികം സന്തോഷം. ഇവിടെയുള്ള സർപ്പങ്ങളെയെല്ലാം അഗ്നിബാധയിൽ നിന്ന് രക്ഷിച്ചത് ഈ കുടുംബത്തിലുള്ള സ്ത്രീകളാണല്ലോ. അതുകൊണ്ട് ഇവിടെ സർപ്പങ്ങളുടെ പൂജയും മറ്റും അമ്മമാരിൽ അന്നന്ന് മൂത്തയാൾ നടത്തണം. അങ്ങനെയാകുന്നതാണ് സർപ്പങ്ങൾക്ക് അധികം സന്തോഷകരമായിരിക്കുന്നത്. ഇപ്പോൾ അമ്മയാണല്ലോ മൂത്തയാൾ. അമ്മയ്ക്ക് പൂജയും മറ്റും നടത്താൻ വയ്യാതെയാകുന്ന കാലത്ത് അടുത്ത മൂപ്പ് സ്ഥാനം ആർക്കാണെന്ന് വെച്ചാൽ അവർക്ക് ഞാൻ അമ്മയ്ക്ക് ഉപദേശിച്ചു തരുന്നതെല്ലാം അമ്മ ഉപദേശിച്ചു കൊടുക്കണം. അങ്ങനെ തലമുറ തോറും ചെയ്തുകൊണ്ടിരിക്കണം. ഈ കുടുംബത്തിൽ ജനിച്ച ഞാൻ ഈ സ്ഥലം വിട്ട് കാവിലും മറ്റും പോയിരിക്കുകയില്ല. ഈ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. എന്നെ ആരും ഉപദ്രവിക്കരുത്. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ആരും കയറി വരികയും അരുത് എന്ന് പറഞ്ഞ് ആ സർപ്പബാലൻ പൂജാക്രമങ്ങളും മന്ത്രങ്ങളുമെല്ലാം തന്റെ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തിട്ട് ഇല്ലത്തിന്റെ നിലവറയിൽ കയറി ഇരിപ്പായി. സർപ്പശിശു ഇല്ലത്തെ നിലവറയിൽ നാഗരാജാവായി. അവിടെ നാഗരാജാവ് ചിരഞ്ജീവിയായി വാഴുന്നു എന്ന് വിശ്വസിക്കുന്നു.
നാഗരാജാവിനെ വർഷത്തിലൊരിക്കൽ നേരിട്ട് കാണാൻ അവസരം കൊടുക്കുന്നതിന്റെ ഓർമ്മയ്ക്കായാണ് ആയില്യനാൾ പൂജ. കന്നി, തുലാം, കുംഭമാസങ്ങളിലെ ആയില്യവും ശിവരാത്രിയുമാണ് ഇവിടെ പ്രധാന ആഘോഷ ദിവസങ്ങൾ. തുലാമാസത്തിലെ ആയില്യത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ തിരുവിതാംകൂർ മഹാരാജാവിന് കന്നിയിലെ ആയില്യം തൊഴാനും എഴുന്നള്ളത്ത് കാണാനും സാധിച്ചില്ല. തുലാത്തിലെ ആയില്യം കന്നിമാസത്തിലെ അതേ പ്രൗഢിയോടെ നടത്തണമെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകി. ഇതിനെ തുടർന്ന് കന്നി, തുലാം മാസത്തിലെ ആയില്യം പ്രാധാന്യത്തോടെ ആഘോഷിക്കാൻ തുടങ്ങി. കുംഭമാസത്തിലെ ആയില്യം മണ്ണാറശാലയിലെ നാഗരാജാവിന്റെ പിറന്നാൾ ദിവസമായി ആഘോഷിക്കുന്നു. മണ്ണാറശാല ആയില്യത്തിന് നടത്തുന്ന എഴുന്നള്ളത്ത് പ്രധാനപ്പെട്ട ചടങ്ങാണ്. ഉച്ചപൂജയ്ക്ക് ശേഷമാണ് ആയില്യം എഴുന്നള്ളത്ത്. നാഗരാജാവിന്റെയും മറ്റ് നാഗദൈവങ്ങളുടെയും വിഗ്രഹങ്ങൾ ഇല്ലത്തെ തെക്കേ തളത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങാണിത്. മണ്ണാറശാലയിലെ മാഹാത്മ്യം പറയാൻ ഇനിയുമുണ്ട്. വീഡിയോ ലെങ്ത് ആവും, അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ.